ഇത് മറ്റേ നമ്മളെ മാങ്ങ ഇപ്പം മുളകും വെളിച്ചെണ്ണ പോയിച്ചിട്ട് വെയിലത്ത് വെച്ചാൽ വാങ്ങണ്ട ഇനി എല്ലാം ഇടാത്തുണ്ട് ഗുഡ് ബിസ്ക്കറ്റ് ഇട്ട് ബ്രെഡ് ഇട്ട്. സോ ഗായ്സ് നമ്മൾ എന്ത് വെഗ്രി തരം എന്താ കാട്ടണ്? 3 എണ്ണം മതി, 4 എണ്ണം എന്തത് ആടോ. സോ അവസാനം നമ്മള് ഇത് വിറക് മാത്രമേ കത്തണുള്ളൂ, കണ്ണില് ആവണില്ലല്ലോ. നമ്മളിവിടെ കണ്ണിലുണ്ടാക്കുകയാണ്. നമ്മളൊരു അപ്രോക്സിമേറ്റ് ടൈമിങ് എങ്ങനെ 2 മണിയല്ലേ ഇപ്പോൾ നമ്മള് ടൈം എത്രയായി? ഒരു 10:30 ആയിക്കണം. നമ്മള് 2 മണിയാണ് കണ്ണിലിട്ടിട്ട് കഴിക്കാനുള്ള സമയം. 2 മണിക്ക് കത്തും, ഒരു 4 മണിക്ക് കഴിക്കാം. പൊറാട്ട ഒരു 5 മണിക്ക് വാങ്ങിക്കാൻ പോവാ. അതല്ലേ, അതാ 5 മണിയാകുമ്പോ തുറക്കും മറ്റോടുത്ത്. അപ്പൊ ഈ പൊടി സുബീക്ക് വന്നാ മതി, അപ്പൊ തന്നെ റെഡിയാവും. ലാഭിക്കാൻ വേണ്ടി പച്ചവെള്ളത്തി ടിന്നർ ഒഴിച്ചാൽ കത്തെന്ന് പറഞ്ഞിട്ട് ടിന്നർ വെച്ചപ്പോൾ ഉള്ള കെട്ട്. ഇതാ കുറച്ച് മണ്ണെണ്ണ എടുത്തോണ്ടിരാൻ പറ്റും ആരെങ്കിലും? വടക്കാട് പമ്പി പോയ പെട്രോൾ കിട്ടും. ലീറ്റർ എന്തിയാ? അത് ലീറ്ററാ? നമ്മുടെ കനല് ആവാൻ കുറച്ച് ടൈം എടുക്കും. ബിക്കോസ് പൊള്ളി 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 ഇത് കുത്തി ചോറിനതാ. സുഗുരു ബറിയോ ആ കാലം കനലേ നീ കഴിയരുതിപ്പോൾ അൽഫാമ് വരുന്നുണ്ട് പിന്നെ ആരോമം കേട്ടാൻ നല്ല 2 പോറാട്ടയും കൂടെ. കനലേ നീ കഴിയരുതിപ്പോൾ അൽഫാമ് വരുന്നുണ്ട് പിന്നെ കൂട്ടിയിട്ട് പെടക്കാൻ 2 ഓഫാക്കിയ പൊറാട്ടയും ഉണ്ട് കൂടെ. കസവിൻ്റെ അല്ല പെരി പെരി മസാലയിട്ട് പെരി പെരി മസാലയിട്ട് അതിൻ്റെ ഒപ്പം റെഡ് ചില്ലി ചോദിച്ചോ. റെഡ് ചില്ലി ഗുരുവായൂരുമായിട്ട് വാങ്ങിട്ട് വരാൻ പറയും. മച്ചോ പൊറാട്ടല്ലേ? മയോണീസും ഇല്ല, വെറും അൽഫാം മാത്രമേ പരട്ടി കഴിക്കേണ്ടി വരുമോ? വൈബിലാണ് നമ്മുടെ കാര്യം. എന്തുണ്ടെങ്കിലും നമ്മൾ പൊറാട്ട കിട്ടിയില്ലെങ്കിൽ നമ്മൾ വൈബ് വിടരുത്. അൻ്റെ ബെനക്ക് എന്താ അറിയോ, ഓനക്ക് നേരത്തെ വീട്ടിൽ കയറണോ ബെനക്ക്? ആ എയർ ഫ്രയർ ഇല്ലേ, 12 മണിക്ക് 10 മണിക്ക് വരില്ല. എയർ ഫ്രയർ ഇല്ലേന്ന് ചൂടുണ്ട. പിന്നെ എന്തിനാ? മിനിമം ഞാൻ പറഞ്ഞ അൻഫസേ 2 മണിയാവും. എന്താണ് ഓക്കെ ആ കടയ്ക്ക് ഹോട്ടലിലേക്ക് അല്ലടാ ഇത് ഇതാക്ക് വിളിച്ചു നോക്ക്. വളരെ ഇതില് സെറ്റ് അങ്ങനെ ഒരു മോഡല് ഈ അമ്മയുടെ ഓരോ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ പോവാണ് നമ്മുടെ അൽഫാം. 2000 എത്രയോന് ശേഷം അൽഫാം ഇതല്ലേ
ഇതൊരു സീനാവുമല്ലോ. ഏത് നീക്കേണ്ടി വരും. ഇഷ്ടികല്ല ഇത്. ഇത് കുറച്ച് താബ് കുറച്ച് നീക്കണം. ഇങ്ങോട്ട് നീക്കടാ. അതോ എടാ മൊണ്ണ ഇങ്ങട് ഇങ്ങട്. നീക്ക് 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 നീക്ക്. ഇതിന്റെ തുമ്പത്ത് നീക്കട്ടെ നീക്കട്ടെ. ഇതിന്റെ കയ്യാ മതി. നല്ല ഇതിപ്പോ എന്തെന്ന് അങ്ങനെ അറിയാ? അല്ല ഈ വാഴ വെച്ചിട്ട് അല്ല ഇത് നല്ല ചൂടുണ്ട്. പക്ഷെ ഇത് എന്തെന്ന് എങ്ങനെ അറിയാ? ഇല്ലെങ്കിൽ എയർ ഫ്രൈയിൽ ബാക്കി ഇടാല്ലേ? അത് കട്ട് ചെയ്തോ. 20 മിനിറ്റ് ചൂടണോ? അപ്പോ നമുക്ക് അൻഫസിന് ഇത് 10 മണിക്ക് വന്നിട്ട് ഇപ്പൊ തന്നെ വീട്ടിൽ പോണത് ബീച്ചിട്ട്. ഇത് ഇപ്പൊ തന്നെ ആവണോ കനല്? എന്തിനാ ഇത്ര വീട്ടിൽ പോയിട്ട്? ഹിബ ഒന്നും ഇല്ലല്ലോ. ഹിബ വയനാടാണല്ലോ. ഇത് 10 മണിക്ക് കൊടുത്തിട്ട് നമുക്ക് 10:30 കനല് വേണോ? ചോറ് നിന്നിട്ട് പോവാൻ വേണോ? 12 മണിക്ക് ഇടുന്ന് ഉറങ്ങാൻ വേണോ? നമ്മളുടെ ഒരു കോഴിച്ചുടലും ഇന്നേ വരെ 12 മണിക്കുള്ളിൽ കഴിഞ്ഞിട്ടുണ്ടോ സുഖം? ഇല്ല. മിനിമം 2 മണിയാണ് നമ്മളെ കണക്ക് വേവാണ്ട് പച്ച വേവില്. അപ്പൊ എന്ത് കാട്ടണം അവിടെ? അവിടെ അവിടെ അൻഫസിന് എന്ത് സെറ്റാവിന്? തുമ്പത്ത് വെക്കട തുമ്പത്ത്. നല്ല ചൂടില്ലേ? എന്തിനാ വീഡിയോ എടുക്കണ്? ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടേ യൂട്യൂബിൽ റീലിന്റെ പോലെ എടുത്തിട്ട്. അബു 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 എന്താണ് ഇത് പറഞ്ഞത്? നമ്മൾ രണ്ടാളുമാണ് ഇതില് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ടേസ്റ്റ് നമ്മള് സീൻ സാധനമാണ്. ഇത് സ്പെഷ്യൽ മസാലയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. നമ്മള് ഉണ്ടാക്കിയിട്ട് ഇവരെ പറ്റിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? പാക്കറ്റിൽ അടി. ഞങ്ങളുടെ ബ്രാൻഡാണ്. ബ്രാൻഡിന്റെ പേരെന്താ? ക്രംസ് കഫേ. ക്രംസ് കഫേ അല്ലേ? വരാൻ പറയ്. തെറ്റിൽ മാറിയാണോ? തെറ്റിൽ മാറിയ വിശന്നുണ്ടാവും. തെറ്റിൽ മാറി എത്ര ഇനി ചിലപ്പോ പോടൂട്ടാ വ്ളോഗിലാരണോ? എനിക്ക് ചെറിയൊരു ബിസി ഉണ്ട്. വർക്ക് ചെയ്യാണ്ട് വർക്ക് ഉണ്ട്. മലപ്പുറം വർക്ക് ഉണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ സംഭവം 5 മിനിറ്റ് നമ്മള് ലേറ്റ് ആയൊന്നുമില്ല. കോഴി കഴിയുമ്പോഴല്ലേ വിളിച്ചോനെ. നമ്മളെന്താ ആൾക്കാർക്കുള്ള അനുസരിച്ച് നമ്മള് വാങ്ങിനാ എല്ലാവർക്കും ഉള്ള അനുസരിച്ചിട്ട്. സംഭവം അതുവിന് ശരിക്കും സഫാന് ദേഷ്യം ഉണ്ട് കുറച്ച് ചെറുതായിട്ട്. പാട്ട് ആ സ്പീക്കർ എടുത്ത് തുറന്ന്. നമ്മളിന്ന് മയോണീസിലൊരു കിടിലൻ സാധനം പരീക്ഷിക്കാൻ പോവുകയാണ്. എല്ലാവരും സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ടേസ്റ്റ് ഔട്ട്. സീൻസാനോ ആ വെളിച്ചെണ്ണ വെച്ചിട്ട് കോളാക്കിയിട്ട് സീൻസാനോ വെളിച്ചെണ്ണ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ സ്പെഷ്യൽ ടേസ്റ്റ് ഒന്നുമില്ല. നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ട്.
തുറക്ക് ഇത് കത്തും പൊളിക്കും. ഇത് കത്തുട്ട് സീനാനോ സീൻ ടേസ്റ്റ് നമുക്ക് വേണ്ട ഇല്ലേ ഇനിയൊന്നുമില്ല നമ്മ കഴിഞ്ഞ് ടേസ്റ്റ് നോക്കിയാ ടേസ്റ്റ് നോക്കി കാര്യത്തിലാണേ. ഇത് മറ്റേ നമ്മളെ മാങ്ങ ഇപ്പം മുളകും വെളിച്ചെണ്ണ വെച്ചിട്ട് വെയിലത്ത് വെച്ചാൽ വാങ്ങണ്ട ഇനി എല്ലാം ഇടാത്തുണ്ട്. ഗുഡ് ബിസ്ക്കറ്റ് ഇട്ട് ബ്രെഡ് ഇട്ട് എന്തായാലും മോളായി ഇനിയിപ്പോ നോക്കി തെറിച്ചേക്കണോ മൊത്തത്തിൽ. അത് സർപ്രൈസ്. അത് മുറിച്ചിട് ഇത് ഞങ്ങൾ പുതിയ തരം മയോണീസ് ആണ് എല്ലാവരും. കട്ടി കൂടിയ മയോണൈസ് ഓയിലില്ല. ഇത് നല്ലപോലെ മുറുക്കുക അല്ലെങ്കിൽ തെറിക്കും. ഇത് ഈ മൂടി പിടിച്ചോട്ടാ. ഇതോണം കട്ടിയുള്ള മയോണൈസ് സീസണോ കിട്ടാ ഈ ചങ്ങായി വെളിച്ചെണ്ണ വെച്ചില്ലേ ടേസ്റ്റ് വയറടിച്ചു പോകുന്നത് തോന്നുന്നുണ്ട്. നാളെ ഓട്ടൊന്നും ചെയ്യില്ലല്ലോ. പറ്റിയില്ലെങ്കിൽ അതാണ് മെയിൻ കാരണം കേട്ടാ. ഇത് നോക്കിയ കട്ടിയുള്ള മയോണൈസ് അവിടെ മൂടി വെച്ചേ മൂടി ഇത് തട്ടലട്ടെ നീ. സോ ഗൈസ് നമ്മളെ മയോണീസ് വിത്ത് ബ്രെഡ് ആൻഡ് ബിസ്ക്കറ്റ് ഈസ് റെഡി. ഭാഗ്യത്തിന് ചമ്മന്തി ഉണ്ട്. രക്ഷപ്പെട്ട് 50 രൂപ വാങ്ങി കൊടുക്കട്ടോ. അപ്പാനും കൊടുക്കാൻ പൈസ കൊടുക്കാം. അവര് കഴിക്കട്ടെ, നമ്മൾ കഴിക്കണ്ട. വേണ്ടെന്ന് പറയാം. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളാണേ. ഒരു മിനിറ്റ്. നമ്മളിന്ന് വാഴയില രാത്രി നമ്മൾ വാഴയില മുറുക്കാം. 12 മണിക്ക് വാഴയില വെട്ടുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് മാത്രം വെട്ടുന്ന ഒരു കാര്യമാണ്. ഇത് എനിക്ക് പറയാനുള്ളത്, ഇതാരും വീട്ടില് അനുകരിക്കരുത്. വീട്ടിൽ അപ്പുറത്തെ വീട്ടുകാരെന്ന് അടി കിട്ടും. അപ്പൊ ഇവിടുന്നാണ് ആ പൂച്ചനെ 4 പട്ടികൾ കൂടി ക്രൂരമായി മർദ്ദിച്ചത്. ഇവിടുന്ന് ഞാൻ അറിഞ്ഞ കല്ലോടുണ്ടാവല്ലോ. ഇതിലേതാ വാഴ? സുഖു ഇങ്ങോട്ടോ. നമ്മള് ഒരു അനോണിമസ് യാത്രയാണ് ഇവിടെ നടത്തുന്നത്. എന്താ ബയോഗ്യാസം വിട്ട് അത് വാഴ ഉണ്ട്. ഇത് വലിച്ചാലേ വാഴ മൊത്തം വീഴുക. അങ്ങനെ വേണോ? വാഴ മൊത്തം ചാടി മതിയാ മതി. എന്താ അതെന്ന് പറഞ്ഞാൽ ഒരു വാഴയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാഴ വെട്ടാനുള്ള കഴിവ്
അനക്കല്ലേ അറിയുള്ളൂ. ഇത് നോക്കിയാ പോരാ. പാച്ച് ഉണ്ട് പാച്ച് വർക്ക് ഉണ്ടോ? ഇതിപ്പോ ഇത് ഞാൻ അതിങ്ങനെ ഇതാക്കിയിട്ട് ഇതിപ്പോ പൊട്ടൂലോ. ഇതോ ഇതാണ് ഇതറ അത് കൊടുത്തില്ലേ? വണ്ണിലെടുത്താ മതി. അത് മതി. ലേറ്റ് രാത്രിയില്ലേ? അവിടെ ഒരു വാഴ ഉണ്ടോ? ഇങ്ങോട്ട് വന്നേ. കിട്ടിയാ? ഒറ്റ വാഴ മതില്ലേ? ഇങ്ങോട്ട് അടിച്ചേ. ഇവിടെ ഓൻ്റെ അമ്മയുടെ കൃഷിയുണ്ട്. സോബാന അത് കയറി. വാഴ കിട്ടുമ്പോൾ ഒരു വാഴക്കറിയില്ല. ഞാൻ കണ്ടില്ല. ഞാനൊരു കൺട്രോൾ, വളരെ കൺട്രോളിലാണ് ഈ വാഴ. ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന സ്പെഷ്യൽ വാഴ ഇലയാണ്. അതെ, വാഴയുടെ ഇല. വാഴയുടെ ഇലയാണ്. വാഴ നമ്മൾ കഴുകിയിട്ട് നമ്മൾ ഇനി ബാക്കി കാണിക്കാം. എന്ത് ഈ പീസ് പറഞ്ഞാൽ എനിക്ക് തരില്ല കേട്ടോ. 150 മൈനസ് ചെയ്യും. മയോണീസ് ഉണ്ടാക്കി. അയ്യോ, ഫിനിഷിങ് ഞങ്ങളെ ഇത് മയോണീസ് ആര് ഇത് ഉണ്ടാക്കി? ഫിനിഷിങ് കണ്ടില്ലേ? സാധനം അല്ല, മയോണീസ് ഇപ്പോഴല്ല, സസ്പെൻസാ. അല്ല, സർപ്രൈസാ, സസ്പെൻസ് അല്ല, സോറി. എടാ, ഇതുമ്പോ എന്തൊക്കെ കറണ്ടല്ലോ. അപ്പൊ നമ്മുടെ വാഴ കഴുകാം. വാഴ ഇത് അടി പിടിച്ച് വാഴ സപ്പോർട്ട് ചെയ്യുന്നത് അത് സെബിയില്, കഴുകുന്നത് തന്ത. കഴുകുന്ന ഒരു ആളാണ്. വാഴ അനിയും അങ്ങനെ വരച്ച് കഴുകുക. അനീമിക്ക തടവാൻ ഈ ഭാഗം തന്നെ കഴുകുന്നത്. എടാ അനീമ എന്താ പൊട്ടാ? അടിയില് ഈ ചോറിട്ട് കഴിക്കണ്ട. കുറച്ച് ബുദ്ധിയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമല്ലോ. അടിയിൽ കഴുകണം. ബ്ലോഗിൽ ഇപ്പൊ ഞാൻ ചോദിക്കുക അടിയിൽ കഴുകണം എന്നുള്ളത്. തേമാവിൻ കൊമ്പത്തില്ല. ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് മയോണീസാണ്. നമ്മൾ ആ മയോണീസ് നമ്മൾ നാശിനെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് എനിക്ക് മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പട എന്ത് ഇങ്ങനെ ഒരു നായിച്ചു കോഴി വാങ്ങാൻ പോകണ മുതൽ പറഞ്ഞതാണ് ജസ്റ്റ് പീസ്. ആ, ഫുള്ള് നെഗറ്റീവ്. എന്തായി അൽഫാം? ഈ എങ്ങോട്ട് പോയി അൻപസേനിടയില്? അത് കേട്ടാ അമ്മി പറഞ്ഞേ. അതെ, സൂമോട്ടേക്ക് അമ്മി പറഞ്ഞേ ഇത് തുടക്കണ്ടേന്ന്. അപ്പൊ എന്നോട് ഞാൻ ബന്ധത്തിലല്ലേ പറയണേ ഇത് തുടക്കണ്ടേന്ന്. അപ്പൊ എങ്ങനെ തുടക്ക? പൊറാട്ടനോട് തുടക്കാന്ന്. അത് അങ്ങനല്ലേ തിരിച്ചു പിടിക്കുക മൊണ്ണ. ഇത് യൂട്യൂബിക്കുള്ളതല്ലേ. ആ അല്ലാ, അസ്സലാമു അലൈക്കും. ഉണ്ടാകുന്നില്ല ഇവിടെ, കണ്ടില്ല കേട്ടോ. ഇരിക്കട്ടോ, ഇരിക്ക് അവിടക്ക് ഈശാരന നീ ഇരിക്ക്. മയോണീസിന്റെ ആശിക്കാം. എടാ അതു നമ്മുടെ മയോണീസിന് ഇത് സാബിർക്ക, ഇത് സുഖു. അയ്യോ എന്താ കാണിക്കണേ?
ഇതാ അയ്യോ ഉമ്പല്ല. കണ്ണടക്കട നമ്മുടെ മയോണൈസ് 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 കൊടുക്ക് മയോണൈസ് കൊടുക്ക്. സുഖം കൊടുക്ക് സുഖം അവിടെ ഇട്ടോ ആശിക്കിട്ടോ ആശിക്ക്. സോ നമ്മളിനി അടുത്ത് കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് നമുക്ക് നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് നമ്മൾ ഈ ബാക്കി നോക്കാം. കഴിച്ചിട്ട് നമുക്ക് നോക്കാം. അവിടെ ആവശ്യം ചമ്മന്തി വെച്ചോ എന്തോ നമ്മളിങ്ങനെ കഴിച്ചിട്ട് നോക്കുക. സോ നമ്മളെ ഫുഡ് അടി പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ആ ഇനി ഇതിന് ശേഷം നമുക്കുള്ളത് വെടിവെപ്പാണ്. വെടിവെപ്പ് മിനി മിൽറ്റിയ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത നമ്മൾ വൈബ് ഓടിച്ചിട്ട് വരാം. ഇവിടെ നീലക്കുയിൽ ഉണ്ട്. സഫാൻ ഹായ് പറയൂ. ആശി അടിപൊളിയായിരുന്നു. അൽഫാമും പൊറാട്ടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. മയോണൈസ് കഴിച്ചില്ല. കഴിക്കാൻ പറ്റും. ഡോക്ടർ എങ്ങനെയാണെന്ന് ഫുഡ്? മസാല സീൻസ് ആണ്. മസാല നമ്മളാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി പാക്കറ്റിലാക്കിയതാ. വീട്ടില് ഔലൂസ് മുട്ട പാക്കറ്റില്. സോ ആദു സൈൻ ഓഫ് ചെയ്യാവാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. സീ യു സൂൺ. പീസ് ഔട്ട്.